അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നിസ്കാരത്തിൽ എങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിസ്കാരത്തിൽ നിന്ന് വളരെ അകന്നു പോയതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിസ്കാരത്തിലാണെങ്കിലും മനസ്സ് മറ്റെവിടെയോ സഞ്ചരിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരം തുടങ്ങിയ ഉടനെ തന്നെ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അതുകൊണ്ട് നിങ്ങൾ മോശം മുസ്ലിമാണെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങളും ഞാനും മനുഷ്യരാണ്. നമ്മളെല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നിസ്കാരം എന്നത് വെറും വാക്കുകൾ ചൊല്ലി തീർക്കുക മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ പരിശുദ്ധ റബ്ബുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ്. മനസ്സിടക്ക് ചിതറിപ്പോയാലും വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് തിരികെ വരാനുള്ള ശ്രമമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിസ്കാരത്തിൽ എങ്ങനെ ശ്രദ്ധ കൂട്ടാം എന്നതിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ടിപ്പ് നമ്പർ 1, നിസ്കാരത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അർത്ഥം മനസ്സിലാക്കി നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മറ്റെവിടേക്കും പോകാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കാര്യം തന്നെയാണ് എൻ്റെയും നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സഹായിച്ചത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത്, അതിൻ്റെ അർത്ഥം ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇത് വെറും ഒരായത്ത് മാത്രമല്ല, ഇത് നമ്മുടെ റബ്ബുമായുള്ള ഒരു സംഭാഷണം കൂടിയാണ്. നിസ്കാരം മുഴുവൻ നമ്മുടെ റബ്ബുമായുള്ള ഏറ്റവും മനോഹരമായ ഒരു സംഭാഷണമാണ്. ടിപ്പ് നമ്പർ 2, നിസ്കാരത്തിന് മുമ്പ് നമ്മൾ മനസ്സ് നല്ല രീതിയിൽ തയ്യാറാക്കുക. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ ഒരു നിമിഷം മനസ്സിനോട് പറയുക, ഞാനിപ്പോൾ ലോകങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഒരു ചിന്ത മാത്രം നമ്മുടെ നിസ്കാരത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ നിസ്കരിക്കും, നിസ്കാരം കഴിഞ്ഞു എന്ന ആശ്വാസം മാത്രമേ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ നിസ്കാരത്തിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം ഒരു വിശ്രമമായിരുന്നു, അത് ഒരിക്കലും ഒരു ഭാരമായിരുന്നില്ല. അതിനാൽ നമുക്കും ആ മനോഭാവം വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക. അത് സാധിക്കാത്ത പക്ഷം അള്ളാഹു നിന്നെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഹൃദയത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങും. അള്ളാഹുവാണ് ഏറ്റവും മഹാനായവൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെക്കാളും മഹാനായവൻ, നമ്മുടെ എല്ലാ ഭയങ്ങളെക്കാളും മഹാനായവൻ, ഈ ലോകത്തിലെ എല്ലാത്തിനേക്കാളും മഹാനായവൻ. ചിലപ്പോൾ ആദ്യ ദിവസം തന്നെ ഈ അനുഭവം ലഭിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ ദിവസവും ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് പതിയെ പതിയെ നിസ്കാരത്തിൻ്റെ മധുരം നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ടിപ്പ് നമ്പർ 3, ചിന്തകൾ വന്നാൽ പേടിക്കരുത്. നിസ്കാരത്തിൻ്റെ ഇടയിൽ പലവിധ ചിന്തകളും വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും നിരാശപ്പെടുകയോ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. പകരം സൗമ്യമായി നിങ്ങളുടെ മനസ്സിനെ വീണ്ടും നിസ്കാരത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. വീണ്ടും ശ്രദ്ധ മാറിയാലും വീണ്ടും തിരികെ കൊണ്ടുവരിക. ഈ ചെറിയ കാര്യങ്ങൾ, ഈ ചെറിയ ശ്രമങ്ങൾ തന്നെയാണ് പതിയെ പതിയെ നിങ്ങളുടെ ഖുശൂ വർദ്ധിപ്പിക്കുന്നത്. 5ാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ കാര്യം നിങ്ങൾ ബാക്കിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യുക. നിസ്കാരത്തിന് മുമ്പ് മനസ്സ് നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക. അതായത് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക, ഞാനിപ്പോൾ എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത്. ഈ ഒരു ചിന്ത തന്നെ നമുക്ക് മാനസികമായി നിസ്കാരത്തിലേക്ക് തയ്യാറാക്കാൻ സഹായിക്കും. നിസ്കാരം ഒരു ശീലം മാത്രമല്ല, അത് നമ്മുടെ റബ്ബുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ്, ഒരു കോൺവെർസേഷനാണ്. അതുകൊണ്ട് ഓരോ നിസ്കാരവും ഈ ബോധത്തോടു കൂടി തുടങ്ങാൻ ശ്രമിക്കുക. 4ാമത്തെ കാര്യം, നിസ്കാരത്തിൽ വേഗത കൂട്ടാൻ പാടില്ല. റുക്കോയിലായാലും സുജൂദിലായാലും വളരെ വേഗത്തിൽ അടുത്ത റുക്കനിലേക്ക് പോകാതെ അല്പസമയം ശാന്തമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പറയുന്ന ദിക്റുകൾ മനസ്സിലാക്കി ചൊല്ലുക. ഇത് നിസ്കാരത്തിൻ്റെ വേഗം കുറയ്ക്കാനും ശ്രദ്ധയും ഖുശൂഉം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും. 5ാമത്തെ കാര്യം, സുജൂദിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സുജൂദ് എന്നത് അള്ളാഹുവിനോട്
ഏറ്റവും അടുത്തിരിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് സുജൂദിൽ പറയേണ്ട ദിക്റുകൾ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ഭയങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം അള്ളാഹുവിനോട് മാത്രം പറയുക. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ റബ്ബിനോട് സംസാരിക്കുകയാണെന്ന ബോധ്യം കൂടുതൽ ആഴത്തിലാകും. പിന്നെ സുജൂദിൽ സംസാരിക്കണം എന്ന് പറയുന്നത് ഫർള് നിസ്കാരത്തിൽ സംസാരിക്കുന്നത് വലിയ നല്ലതല്ല. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് സുജൂദിൽ കുറച്ച് സമയം ഇരുന്നിട്ട് അള്ളാഹുവിനോട് നല്ല രീതിയിൽ ദുആ ചെയ്യുക. 6ാമത്തെ കാര്യം, ഓരോ നിസ്കാരവും അവസാന നിസ്കാരമാണെന്ന് കരുതിയിട്ട് നിങ്ങളൊന്ന് നിസ്കരിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉപദേശിച്ചത് ഓരോ നിസ്കാരവും അവസാന നിസ്കാരമാണെന്ന ബോധത്തോടെ നിസ്കരിക്കാനാണ്. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കറിയില്ല. അങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാർത്ഥതയും ശ്രദ്ധയും സ്വാഭാവികമായി വർദ്ധിക്കും. അവസാനമായി പറയുന്നത്, നിസ്കാരത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. എനിക്ക് ഖുശൂ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് പകരം വീണ്ടും നിങ്ങൾ നിസ്കരിച്ച് നോക്കുക. വീണ്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഓരോ നിസ്കാരത്തിലും നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഒരു ചുവട് കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അത് അവർക്കും ഉപകാരപ്പെടും. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കട്ടെ. അവസാനമായിട്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് വളരെ ദൂരെ പോയെന്ന് കരുതരുത്. ഒരിക്കലും വൈകിപ്പോയി എന്നും കരുതരുത്. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് മടങ്ങി വരാനുള്ള ഒരു പുതിയ അവസരമാണ്. എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. നമ്മുടെ നിസ്കാരമാണ് അള്ളാഹുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം. സ്വർഗത്തിലേക്കുള്ള വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്നാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഖിയാമത്ത് നാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന അമല് നിസ്കാരമാണെന്നാണ്. അത് ശരിയായാൽ ബാക്കിയുള്ള അമലുകളും വിജയിക്കുമെന്ന പ്രത്യാശയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. നിസ്കാരത്തിൽ പറയുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ നിസ്കരിക്കാൻ ശ്രമിക്കണം. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ അവസാന നിമിഷം എപ്പോഴാണെന്നും എവിടെയാണെന്നും നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നമ്മുടെ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും മാറാൻ കഴിയും. നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം അള്ളാഹു നിങ്ങളോട് അടുത്തവനാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. നിസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങളിതുവരെ നിസ്കാരത്തിന് മധുരം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം എന്തായാലും നിങ്ങൾ നിസ്കാരത്തിന് മധുരം അനുഭവിക്കും. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് ഖുശൂ നൽകട്ടെ. നമ്മുടെ നിസ്കാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കട്ടെ. ആമീൻ.